ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്യേ നമഃ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം ശ്രീ മഹാദേവ്യേ നമഃ. ഓം ശ്രീ ജഗദംബികായൈ നമഃ. ഇന്നത്തെ ഈ സത്സംഗത്തിലേക്ക് ശാക്തേയ ഭക്തരായിട്ടുള്ള എല്ലാ സജ്ജനങ്ങൾക്കും സ്വാഗതം അർപ്പിക്കുന്നു. എല്ലാവരുടെയും പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ സത്സംഗത്തിലേക്ക് കടക്കാം. ഇനി നമുക്ക് 41 മുതലുള്ള ശ്ലോകങ്ങളാണ് നമുക്ക് നോക്കുവാനുള്ളത്. 41 ശ്ലോകം. യുയുധേ സഗതാപാണിരിന്ദ്രശക്ത്യാ മഹാസുര തതശ്ചൈന്ദ്രീ സ്വവജ്രേണ രക്തബീജം അതാടയത്. രക്തബീജൻ എന്ന് പറയുന്ന അസുരൻ സ്വവജ്രേണ അതാടയത്. അപ്പോൾ അതിനു മുൻപ് യുയുധേസ ഗദാപാണി ഇന്ദ്രശക്തിയാ മഹാസുര. ആ യുദ്ധത്തില് ഗദാപാണി ഇന്ദ്രശക്തിയ, ഗദയും എടുത്തുകൊണ്ട് വന്ന ആ ഇന്ദ്രശക്തി അഥവാ ഇന്ദ്രാണിയോട് രക്തബീജൻ യുദ്ധം ചെയ്യുന്നു. ആ സമയത്ത് രക്തബീജനെ ഗദയും എടുത്തുകൊണ്ട് ഇന്ദ്രാണി യുദ്ധം ചെയ്തപ്പോൾ ഇന്ദ്രാണി തൻ്റെ തതശ്ചൈന്ദ്രീസ്വവജ്രേണ, തതഹ ച ഐന്ദ്രി എന്ന് പറഞ്ഞാൽ ആ ഇന്ദ്രശക്തി ഇന്ദ്രാണി എന്ത് ചെയ്തു? സ്വവജ്രേണ അതാടയത് രക്തബീജം. രക്തബീജനെ തൻ്റെ വജ്രായുധം കൊണ്ട് അടിച്ചു. ഇനി അടുത്ത 42 ശ്ലോകമാണ്. കുലിശേനാഹദസ്യാശു ബഹുസുസ്രാവശോണിതം സമുത്തസ്തുസ്തതോ യോധാസ്തദ്രൂപാസ്തത്പരാക്രമാ. കുലിശേന ഹതസ്യാശു, ആ ഇന്ദ്രാണിയുടെ വജ്രായുധം കൊണ്ടുള്ള ഹതസ്യ ആശു, അടിയേറ്റ് പിളർന്ന ആ രക്തബീജന്റെ ശരീരത്തിൽ നിന്നും ബഹുസുസ്രാവശോണിതം, ധാരാളം രക്തം അങ്ങനെ ഒഴുകിത്തുടങ്ങി. അപ്പോഴോ സമുത്തസ്ഥു തതോ യൗഥാ തദ്രൂപ തത്പരാക്രമ. സമുത്തസ്ഥു തതോ, തതഹ അപ്പോൾ തന്നെ ആ ഓരോ തുള്ളി രക്തം ഭൂമിയിലേക്ക് വീഴുമ്പോഴും ആ ഓരോ തുള്ളിയിൽ നിന്നും രക്തബീജനെ പോലെയുള്ള തദ്രൂപ തത്പരാക്രമ, അതേ രൂപവും അതേ പരാക്രമത്തോടും കൂടിയ മറ്റനേകം രക്തബീജന്മാരുണ്ടായിക്കൊണ്ടിരുന്നു. അനേകം യോദ്ധാക്കൾ അങ്ങനെ ഉയർന്നു വന്നു. ഇപ്പോഴാകട്ടെ ഒരു തവണ ഇന്ദ്രാണി തൻ്റെ വജ്രായുധം കൊണ്ട് മാറിടത്ത് പ്രഹരിച്ചതേയുള്ളൂ. പക്ഷെ ഇനിയും ഈ മാതൃഗണങ്ങൾക്ക് നേരിടേണ്ടത് എത്ര തുള്ളി രക്തം ഭൂമിയിൽ പതിച്ചുവോ അത്രയും രക്തബീജന്മാരോട്, പരാക്രമികളായിട്ടുള്ള രക്തബീജന്മാരോട് വേണം ഏറ്റുമുട്ടുവാൻ. ഇനി അടുത്തത് 43 ശ്ലോകമാണ്. യാവന്തഃ പതിതാസ്തസ്യ ശരീരാദ്രക്തബിന്ദവഃ താവന്തഃ പുരുഷാ ജാതാസ്തദ്വീര്യബലവിക്രമാ. യാവന്തഃ പതിതാസ്തസ്യ, ആ ഭൂമിയിലേക്ക് പതിച്ചതായിട്ടുള്ള അവൻ്റെ, അതായത് ആ രക്തബീജൻ എന്ന അസുരൻ്റെ ശരീരാത് രക്തബിന്ദവ, ആ ശരീരത്തിൽ നിന്ന് എത്ര രക്തബിന്ദുക്കൾ ഭൂമിയിൽ വീണുവോ താവന്ത പുരുഷാജാത,
അതിൽ നിന്നും അത്രയും തന്നെ പുരുഷന്മാര് തദ്വീര്യ ബലവിക്രമ, അതേ ബലവീര്യ പരാക്രമശാലികളായിട്ട് തന്നെ ജനിക്കുകയും ചെയ്തു. അതായത് ഒട്ടും കുറവ് വന്നില്ല. എത്ര തുള്ളി രക്തം വീണുവോ അതേ എണ്ണത്തിന് തുല്യമായിട്ടുള്ള രക്തബീജന്മാര് അതേ പരാക്രമത്തോടുകൂടി അതേ ബലവീര്യങ്ങളോട് കൂടിയിട്ട് ഉയർന്നു വന്നു. ഇനി അടുത്തത് 44-ാമത്തെ ശ്ലോകമാണ്. തേ ചാപിയുധുസ്തത്ര പുരുഷാ രക്തസംഭവാ സമം മാതൃഭിരത്യുഗ്ര ശസ്ത്രപാദാതിഭീഷണം. തേ ചാപിയുധുസ്തത്ര, അവരാകട്ടെ ആ രക്തബീജന്റെ രക്തത്തിൽ നിന്നും ജനിച്ചു വന്ന പുരുഷാ രക്തസംഭവ, ആ രക്തബീജന്റെ രക്തത്തിൽ നിന്നും ജനിച്ച ആ അസുരന്മാരൊക്കെ യുയുധുസ്തത്ര, അത്യുഗ്രങ്ങളായിട്ടുള്ള വളരെ ഗംഭീരമായ യുദ്ധം തന്നെ ചെയ്തു. ആരോട്? സമം മാതൃഭിരത്യുഗ്ര ശസ്ത്രപാദാതിഭീഷണം, അത്യുഗ്രങ്ങളായിട്ടുള്ള ശസ്ത്രങ്ങളെയൊക്കെ പ്രയോഗിച്ചുകൊണ്ട് ആ മാതൃഗണത്തോട് അതിഘോരമായിട്ടുള്ള യുദ്ധം തന്നെ ഓരോ രക്തബീജനും ചെയ്യുവാൻ തുടങ്ങി. ഇനി അടുത്ത 45-ാമത്തെ ശ്ലോകമാണ്. പുനശ്ച വജ്രപാതേന ക്ഷതമസ്യ ശിരോ യദാ വവാഹ രക്തം പുരുഷാസ്തതോ ജാതാ സഹസ്രശ. വീണ്ടും എന്ത് ചെയ്തു? പുനഃ വീണ്ടും വജ്രപാതേന ക്ഷതമസ്യ ശിരോ യദാ, ഇന്ദ്രാണിയുടെ വജ്രായുധം കൊണ്ട് രക്തബീജന്റെ ശിരോ യഥാ വജ്രപാതേന ക്ഷതമസ്യ ശിരോ എന്ന് പറഞ്ഞാൽ ശിരസ് തന്നെ മുറിച്ചവിടെ ഇട്ടു വജ്രായുധം കൊണ്ട്. അപ്പോൾ അവിടെ നിന്നും വവാഹ, ഇവിടെ ഉവാഹ എന്നും വവാഹ എന്നും 2 തരത്തിൽ വാക്കുകൾ കാണാം. വവാഹ രക്തം പുരുഷ, ആ രക്തത്തിൽ നിന്നും, അതായത് തല മുറിഞ്ഞു വീണപ്പോൾ ആ മുറിഞ്ഞ ഭാഗത്തു നിന്നും വേർപെട്ട ഭാഗത്തു നിന്നും പുറത്തേക്കൊഴുകിയ രക്തത്തിൽ നിന്നും പുരുഷ തതോ ജാത സഹസ്രശ, ആയിരക്കണക്കിന് അസുരന്മാര് രക്തബീജന്മാർ ആ ഓരോ തുള്ളി രക്തത്തിൽ നിന്നും, കാരണം ശിരസ് വേർപെട്ട നിലയിലായിരുന്നത് കൊണ്ട് തന്നെ ആ വേർപാടിൻ്റെ മുറിവിൽ നിന്നും എത്ര തുള്ളികൾ പുറത്തേക്ക് വഹിച്ചുവോ രക്തം, അത്രയും രക്തബീജന്മാര് പരാക്രമികളായിട്ടുള്ള അസുരന്മാര് ജനിച്ചു തുടങ്ങി. ഇനി അടുത്തത് 46-ാമത്തെ ശ്ലോകമാണ്. വൈഷ്ണവീ ചക്രഭിന്നസ്യ രുധിരസ്രാവസംഭവൈ സഹസ്രശോ ജഗദ്വ്യാപ്തം തത്പ്രമാണൈർമഹാസുരൈ. വൈഷ്ണവി ചക്രഭിന്നസ്യ, വൈഷ്ണവീ ദേവിയുടെ ചക്രായുധ പ്രയോഗം കൊണ്ട് രുധിരസ്രാവ സംഭവൈ, മുറിവേറ്റൊഴുകിയ രക്തത്തിൽ നിന്നും ജനിച്ച അസുരന്മാര് സഹസ്രശോ ജഗദ്വ്യാപ്തം, ഈ ലോകം മുഴുവൻ അങ്ങോട്ട് വ്യാപിച്ചു. അപ്പോൾ ഓരോ അസുരന്മാർ വരുമ്പോൾ അവരെയൊക്കെ ഈ മാതൃഗണങ്ങൾ ഓരോരോ രീതിയിൽ വധിച്ചുകൊണ്ടിരുന്നു. പക്ഷെ അവരിൽ നിന്ന് വീണ്ടും മുറിവേറ്റ് താഴെ രക്തം വീഴുമ്പോൾ അതിനനുസരിച്ച് ഈ ലോകം മുഴുവൻ രക്തബീജന്മാരെ കൊണ്ട് നിറഞ്ഞു. പുതിയ പുതിയ രക്തബീജന്മാരുണ്ടായിക്കൊണ്ടിരുന്നു. തത് പ്രമാണേർ മഹാസുരേ, അവരെല്ലാം ഈ രക്തബീജനോട് തുല്യരായിരുന്നു എന്ന് പറഞ്ഞാൽ അതേ ശക്തിയും പരാക്രമവും ഉള്ളവരായിരുന്നു. അങ്ങനെ അതായത് ഈ ദേവീ ശക്തികളൊക്കെ അവതരിച്ചത് ശുംഭനെയും നിശുംഭനെയും കൊല്ലുവാനാണെങ്കിൽ ഇപ്പോൾ ലോകം മുഴുവനും രക്തബീജന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഒരു തരത്തിലും എങ്ങനെ കൊല്ലണമെന്നറിയില്ല ഇവർക്ക്, ഈ മാതൃഗണങ്ങൾക്ക്. കാരണം ഏതായുധം പ്രയോഗിച്ചാലും രക്തം വീഴും. രക്തം വീണാൽ പുതിയൊരു രക്തബീജൻ ഉണ്ടാവുകയായി. അങ്ങനെ ഒരു അവസ്ഥയായി ഇപ്പോൾ ലോകം മുഴുവൻ നിറഞ്ഞു. ഇനി 48-ാമത്തെ ശ്ലോകമാണ്. ശക്ത്യാ ജഘാന കൗമാരി വാരാഹി ച തഥാസിന മാഹേശ്വരി ത്രിശൂലേന രക്തബീജമതാടയത്. ശക്ത്യാ ജഘാന കൗമാരി, കൗമാരി ശക്തി എന്ന ആയുധം കൊണ്ട് അല്ലെങ്കിൽ തൻ്റെ വേലുകൊണ്ടും, വാരാഹി ദേവി വാരാഹീച്ച തഥാസിന, വാരാഹി ദേവി തൻ്റെ വാൾ കൊണ്ടും, മാഹേശ്വരി ത്രിശൂലേന, മഹേശ്വരി ദേവി ത്രിശൂലം കൊണ്ടും
രക്തബീജമതാടയത്, രക്തബീജനെ താടിച്ചു. ഓരോരോ രക്തബീജനെ ഓടി നടന്ന ഈ മാതൃഗണങ്ങൾ അങ്ങനെ പ്രഹരമേൽപ്പിച്ചുകൊണ്ടിരുന്നു. ഇനി 49-ാമത്തെ ശ്ലോകം. സ ചാപി ഗതയാ ദൈത്യ സർവ ഏവാഹനത് പൃഥക് മാതൃഃ കോപസമാവിഷ്ടോ രക്തബീജോ മഹാസുര. സ ചാപി ഗതയാ ദൈത്യ സർവ ഏവാഹനത് പൃഥക്. ഈ രക്തബീജ മഹാസുരൻ എന്തു ചെയ്തു? മാതൃ കോപസമാവിഷ്ടോ, അത്യധികം ക്രുദ്ധനായിട്ട് എല്ലാ മാതൃക്കളെയും സ ചാപി ഗതയാ ദൈത്യ, ആ രക്തബീജോ മഹാസുര സ ചാപി ഗതയാ ദൈത്യ, ആ രക്തബീജൻ എന്ന മഹാസുരൻ തൻ്റെ ആയുധമായിട്ടുള്ള ആ ഗത കൊണ്ട് സർവായേവാഹനത് പൃഥക്, പൃഥക് എന്ന് പറഞ്ഞാൽ വേറെ വേറെ, പ്രത്യേകം ഹനത് എന്ന് പറഞ്ഞാൽ പ്രഹരിച്ചു. ഇപ്പോൾ എത്ര മാതൃക്കളുണ്ടോ അവരുടെയൊക്കെ 10,000 അല്ലെങ്കിൽ കോടിക്കണക്കിന് ഇരട്ടി ഇപ്പോൾ രക്തബീജന്മാരാണ്. അപ്പോൾ ഈ രക്തബീജന്മാരൊക്കെ എന്ത് ചെയ്തു? തൻ്റെ അതിക്രുദ്ധരായിട്ട് തൻ്റെ ഈ ഗത കൊണ്ട് മാതൃഗണങ്ങളെയൊക്കെ പ്രഹരിക്കുവാൻ തുടങ്ങി. ഇനി അടുത്തത് 50-ാമത്തെ ശ്ലോകമാണ്. തസ്യാഹതസ്യ ബഹുധാ ശക്തിശൂലാദിഭിർഭുവി പപാദയേ വൈ രക്തൗഖസ്തേന സഞ്ജതശോസുരാ. തസ്യാഹതസ്യ ബഹുധാ ശക്തിശൂലാദിഭിർഭുവി. ശക്തി എന്ന് പറഞ്ഞാൽ വേല്, ശൂലം ആദിയായിട്ടുള്ള ആയുധങ്ങൾ കൊണ്ട്, ബഹുധ എന്ന് പറഞ്ഞാൽ പല വിധത്തിലുള്ള ആയുധങ്ങൾ കൊണ്ട്, തസ്യാഹതസ്യ മുറിഞ്ഞ, ഹതസ്യ എന്ന് പറഞ്ഞാൽ മുറിവേൽക്കപ്പെട്ട, പപാത ഏവൈ ഭൂമിയിലേക്ക് വീണ, രക്തൗഖസ്തേന ആസൻ ശതശോസുര. രക്തൗഖ, ഓരോ രക്തത്തിൻ്റെ പ്രവാഹം, അതായത് ഓരോ അസുരനെയും ഈ വേല, ശൂലം തുടങ്ങിയ പലതരത്തിലുള്ള ആയുധങ്ങൾ കൊണ്ട് മുറിവേൽപ്പിച്ച് മാതൃഗണത്താൽ മുറിവേറ്റ് താഴേക്ക് പതിക്കുമ്പോൾ, ഓരോ തുള്ളി രക്തം പതിക്കുമ്പോഴും അതിൽ നിന്നും ആസൻ ശതശ അസുരഹ, 100 കണക്കിന് അസുരന്മാർ പുതിയതായിട്ട് ഉണ്ടായിക്കൊണ്ടിരുന്നു. അതായത് ഇപ്പോൾ മാതൃഗണങ്ങൾ എങ്ങനെയൊക്കെ ഈ ഓരോ അസുരനെ വധിക്കാൻ ശ്രമിച്ചാലും അതൊക്കെ വീണ്ടും എണ്ണത്തിൽ വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. ശതശ എന്ന് പറഞ്ഞാൽ അതായത് 100 കണക്കിനാണ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്തത് 51-ാമത്തെ ശ്ലോകമാണ്. തൈശ്ചാസുരാസൃക് സംഭൂതൈരസുരൈ സകലം ജഗത് വ്യാപ്തമാസീത് തതോ ദേവാ ഭയമാജഗ്മുരുത്തമം. തൈശ്ചാസുരാസൃക് സംഭൂതൈ, അസുരൈ സകലം ജഗത്, ഈ ലോകം മുഴുവനും തന്നെയും, സകലം ജഗത് എന്താ? സംഭൂതൈ അസുരൈ, തൈ ച അസുരാസൃ, ആ ഒരു രക്തബീജൻ എന്ന് പറയുന്ന ഒരൊറ്റ അസുരനിൽ നിന്നും തുടങ്ങിയ ഇപ്പോൾ അവയിൽ നിന്നും ഉണ്ടായിട്ടുള്ള ധാരാളം 100 കണക്കിന് രക്തബീജന്മാരിൽ നിന്നോ 100 കണക്കിന് രക്തബീജന്മാരെ കൊണ്ട്, വ്യാപ്തം ആസീത് തതോ ദേവ, ഈ ലോകം മുഴുവൻ, സകലം ജഗത് വ്യാപ്തം, ഈ ലോകം മുഴുവൻ അങ്ങോട്ട് നിറഞ്ഞു. എന്നിട്ടോ ഭയം ആജഗ്മുരുത്തമം, അങ്ങനെ ദേവന്മാർക്കൊക്കെ ഇപ്പോൾ ദേവാഭയം ആജഗ്മുത്തമം, അതായത് വലിയതായിട്ട് ഭയം തോന്നി ദേവന്മാർക്ക്. ഇനി എന്ത് ചെയ്യും? മാതൃഗണങ്ങൾക്ക് പോലും തോൽപ്പിക്കാനാവുന്നില്ല എന്നുണ്ടെങ്കിൽ, തങ്ങൾക്ക് ആശ്രയമായിട്ടുള്ള ആ ജഗദംബികയ്ക്ക് അതിന് കഴിയുന്നില്ലെങ്കിൽ ഇനി തങ്ങൾക്ക് ആരാണ് തുണയായിട്ടുള്ളത്? ഇവിടെയാകട്ടെ രക്തബീജന്മാരെ കൊണ്ട് ലോകം മുഴുവൻ നിറഞ്ഞിരിക്കുന്നു. തങ്ങൾ ഇനിയും കൂടുതൽ ഭയക്കേണ്ടിയിരിക്കുന്നു. കാരണം അവരെ വധിക്കുവാൻ ആർക്കും ആവുന്നില്ല. ഏതൊരു അസുരന്മാരെ ഭയന്നിട്ടായിരുന്നോ തങ്ങൾ
ദേവലോകത്ത് നിന്ന് പോലും ഒളിച്ചോടിപ്പോയത്. ഇനിയും ആ അസുരന്മാരാണ് ലോകം മുഴുവൻ. ഏതൊരു ദേവിയാണോ തങ്ങൾക്ക് ആശ്രയമായിട്ടുണ്ടാകുമെന്ന് തങ്ങൾ കരുതിയത്, ആ ദേവികൾക്ക് പോലും ആ മാതൃഗണങ്ങൾക്ക് പോലും തോൽപ്പിക്കാനാവുന്നില്ലല്ലോ. ഈ ഒരു വിചാരം ദേവന്മാരിൽ വലിയൊരളവിൽ ഭയമുണ്ടാക്കി. ഇനി അടുത്തത് 52-ാമത്തെ ശ്ലോകമാണ്. താൻ വിഷണ്ണാൻ സുരാൻ ദൃഷ്ട്വാ ചണ്ഡികാ പ്രാഹ സത്വരാം ഉവാച കാളീം ചാമുണ്ഡേ വിസ്തീർണം വദനം കുരു. ഇനി ഇത്രയായപ്പോൾ ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം കണ്ടേ മതിയാകൂ എന്ന് ദേവിക്ക് തോന്നി. താൻ വിഷണ്ണാൻ സുരാൻ ദൃഷ്ട്വാ, ഈ ദേവന്മാരെയൊക്കെ ഇങ്ങനെ വിഷമിച്ച് ഇരിക്കുന്നതായി കണ്ടിട്ട് ചണ്ഡികോപേത്യ സത്വരം, അല്ലെങ്കിൽ ചണ്ഡികാപ്രാഹ സത്വര, ചണ്ഡികാദേവി പ്രാഹ എന്ന് പറഞ്ഞാൽ പറഞ്ഞു, ഇപ്രകാരം പറഞ്ഞു. ഉവാച കാളീം ചാമുണ്ഡേ വിസ്തീർണം വദനം കുരു. എന്താ പറഞ്ഞ? ഉവാച കാളീം ചാമുണ്ഡേ, ആ ചാമുണ്ഡി ദേവി. ദേവന്മാരൊക്കെ വിഷമിക്കുന്നത് കണ്ടിട്ടാണ് ദേവിക്ക് സഹിക്കാൻ കഴിയാതെ, അങ്ങനെ ഭഗവതി ആ ദേവന്മാരൊക്കെ വിഷാദത്തോടെ ഇരിക്കുന്നത് കണ്ടിട്ട് വേഗം ഭദ്രകാളിയുടെ ഉവാച കാളിയും ചാമുണ്ഡേ, അതായത് ആ ഭദ്രകാളിയുടെ സമീപത്തിലെത്തിയിട്ട് ഇപ്രകാരം പറഞ്ഞു. എന്താ? ചണ്ഡമുണ്ടാസുരന്മാരെയൊക്കെ അവിടെ പറയുകയാണ്. ഉവാച കാളിയും ചാമുണ്ഡേ വിസ്തീർണം വദനം കുരു. എന്താ വേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ചണ്ഡമുണ്ടാസുരന്മാരെയൊക്കെ നിഗ്രഹിച്ച്, അല്ലയോ കാളി, എന്താ വേണ്ടേ? വിസ്തീർണം വദനം കുരു, നിന്റെ മുഖം വളരെ വിസ്താരമുള്ളതാക്കി തുറക്കൂ. കാരണം എന്നിട്ട് എന്താ വേണ്ടേ? 53-ാമത്തെ ശ്ലോകമാണ്. മച്ഛസ്ത്രപാദ സംഭൂതാൻ രക്തബീജാൻ മഹാസുരാത് രക്തബിന്ദൂൻ പ്രതീക്ഷത്വം വക്ത്രേണ അനേന വേഗിന. മച്ഛസ്ത്രപാദ സംഭൂതാൻ, എൻ്റെ ശസ്ത്രങ്ങളേറ്റ് ആ രക്തബീജാൻ മഹാസുരാത്, രക്തബീജൻ എന്ന് പറയുന്ന ആ മഹാ അസുരന്റെ ശരീരത്തിൽ നിന്നും താഴേക്ക് പതിക്കുന്ന രക്തബിന്ദൂൻ, ആ രക്തബിന്ദുക്കളെ നീയ പ്രതീക്ഷത്വം വക്ത്രേണ അനേന വേഗിന. എന്താ വേണ്ടത്? ആ മുഖത്തെ അങ്ങോട്ട് വലുതാക്കിയിട്ട് ഞാൻ എൻ്റെ ശസ്ത്രങ്ങളെ ഉപയോഗിച്ച് രക്തബീജൻ എന്ന അസുരനെ വധിക്കുവാൻ ശ്രമിക്കുമ്പോൾ രക്തബീജനിൽ നിന്നും പുറത്തേക്ക് വരുന്ന രക്തത്തെ നിന്റെ ഈ വലിയ മുഖത്തോടുകൂടി വലിയ മുഖമാക്കി മാറ്റിക്കഴിഞ്ഞാൽ വക്ത്രേണ അനേന വേഗിന, ഈ വലിയ മുഖത്തിലേക്ക് ആ താഴേക്ക് പതിക്കുന്നതിന് മുമ്പ് ആ രക്തത്തെ നീ കുടിച്ചാലും. ഭക്ഷയത്വം ച സംഗ്രാമേ, അവിടെയാണ് പറയുന്നത് 54-ാമത്തെ ശ്ലോകത്തിൽ. എന്താ പറഞ്ഞ? ഭക്ഷയത്വം ച സംഗ്രാമേ തദുത്പന്നാൻ മഹാസുരാൻ ഏവമേഷ ക്ഷയം ദൈത്യ ക്ഷീണരക്തോ ഗമിഷ്യതി. അതായത് ഈ ഭക്ഷയത്വം ച സംഗ്രാമേ, യുദ്ധഭൂമിയിൽ താഴേക്ക് പതിക്കാൻ പോകുന്ന രക്തബിന്ദുവിനെ നീ ഭക്ഷിച്ചാലും തദുൽപ്പന്നാൻ മഹാസുരാൻ, ആ രക്തത്തിൽ നിന്നും ജനിച്ച യുദ്ധസന്നദ്ധരായിട്ടുള്ള അസുരന്മാരെയും നീ പിടിച്ചു ഭക്ഷിച്ചാലും ഏവമേഷ ക്ഷയം ദൈത്യ, ഇപ്രകാരം ഈ ദൈത്യന്മാരെയൊക്കെ ഇങ്ങനെ നമുക്ക് രക്തം ക്ഷയിച്ച് ക്ഷീണരക്തോ ഗമിഷ്യതി, രക്തം ക്ഷയിച്ച് അവരൊക്കെ ക്ഷീണിതരായിത്തീരും, നമുക്ക് യുദ്ധം ജയിക്കുവാൻ എളുപ്പമാവും. അതായത് ഈ ദേവിയുടെ വലിയ മുഖം വലുതാക്കി നാവങ്ങനെ നീട്ടിയെടുക്കുമ്പോൾ ഓരോ തവണ രക്തബീജന്റെ പുറത്ത് ഓരോ തരത്തിലുള്ള ആയുധങ്ങൾ കൊണ്ട് മുറിവേൽക്കുമ്പോൾ താഴേക്ക് പതിക്കുന്നതിന് മുൻപ് തന്നെ ഈ ഓരോ രക്തത്തുള്ളിയെയും പറയാണ്, നിന്റെ നാവ് നീ അത്രയും വലുതാക്കി എടുക്കുമ്പോൾ, അല്ലയോ ദേവി, ആ നാവ് കൊണ്ട് നീ അതിനെ പാനം ചെയ്താലും കഴിഞ്ഞില്ല, ആ മുൻപുണ്ടായിട്ടുള്ള അനേകം രക്തബീജൻ എന്ന പേരുള്ള അസുരന്മാരുണ്ട്, ഓരോ തുള്ളി രക്തത്തിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്, അവരെയൊക്കെ നീ പിടിച്ചു ഭക്ഷിച്ചാലും. ഇങ്ങനെ വരുന്നത് കൊണ്ടുള്ള ഗുണം ക്രമേണ ഈ രക്തബീജൻ എന്ന് പറയുന്ന അസുരന്മാരുടെ രക്തത്തിന് കുറവുണ്ടാവുകയും, അല്ലെങ്കിൽ അത് താഴെ പതിക്കാതെ നീ അത് കുടിക്കുമ്പോൾ രക്തം തീർന്ന് അവരൊക്കെ ക്ഷയിക്കുവാൻ ഇടവരികയും ചെയ്യും. ഇനി അടുത്തത് 55-ാമത്തെ ശ്ലോകമാണ്. ഭക്ഷ്യമാണസ്ത്വയാചോഗ്ര ന ചോത്പസ്യന്തി ചാപരേ
ഇത്യുക്ത്വാ താം തതോ ദേവി ശൂലേനാഭിജഘാനഃ. അപ്പോൾ വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തു. എന്നിട്ട് എന്താ പറഞ്ഞത്? ഇങ്ങനെ ഭക്ഷ്യമാണ സ്ത്വയാചോഗ്രേ ച ഉഗ്രേന ഭക്ഷ്യമാണ സ്ത്വയാചോഗ്ര ന ചോത്പസ്യന്തി ചാപരേ. അങ്ങനെ നീ ഭക്ഷ്യമാണ സ്ത്വയാച്ച ഉഗ്ര, അതായത് ഈ ഉഗ്രന്മാരായിട്ടുള്ള രക്തബീജന്മാരെയൊക്കെ നീ പിടിച്ചു ഭക്ഷിക്കുമ്പോൾ ന ച ഉൽപത്സ്യന്തി ച അപരേ, മറ്റുള്ള ഇനിയും പുതിയതായിട്ട് രക്തബീജന്മാരുണ്ടാകാതെ ഇരിക്കും. കാരണം ഇപ്പോൾ വധിക്കുന്നവരുടെ ഒക്കെ രക്തം നീ കുടിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അവരുടെ ഒന്നും രക്തം ഒരു തുള്ളി പോലും താഴെ ഭൂമിയിൽ പതിക്കാത്തത് കൊണ്ട് തന്നെ പുതിയ രക്തബീജന്മാരുണ്ടാകാതെ ഇരിക്കും. നിന്റെ നാവിൽ ആ രക്തത്തുള്ളികളൊക്കെ പതിക്കുന്നതൊക്കെ നീ അങ്ങോട്ട് പാനം ചെയ്തുകൊള്ളുക. ഇപ്പോൾ ഉണ്ടായിട്ടുള്ള രക്തബീജന്മാരെയൊക്കെ നീ പിടിച്ച് ഭക്ഷിക്കുകയും ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? ഇത്രയും നിർദ്ദേശം കൊടുത്തിട്ട് ഇത്യുക്ത്വാ താം തതോ ദേവി ശൂലേനാഭിജഘാനതം, ഇപ്രകാരമൊക്കെ നിർദ്ദേശങ്ങളൊക്കെ കൊടുത്ത് ഇത്യുക്ത്വാ ഇത്യുക്ത്വാ ഇപ്രകാരം പറഞ്ഞതിന് ശേഷം താം തതോ ദേവി, ആ ഭദ്രകാളിയോട് പറഞ്ഞതിന് ശേഷം ദേവി ശൂലേനാഭിജഘാനഃ, തൻ്റെ ത്രിശൂലം കൊണ്ട് ദേവി ആ രക്തബീജനെ കുത്തി മുറിച്ചു. ഇനി അടുത്തത് 56-ാമത്തെ ശ്ലോകമാണ്. മുഖേന കാളി ജഗൃഹേ രക്തബീജസ്യ ശോണിതം. മുഖേന കാളി ജഗൃഹേ, അങ്ങനെ ആ രക്തബീജന്റെ ശരീരത്തിൽ നിന്നും ശോണിതം തച്ഛരീരജം, ആ രക്തബീജന്റെ ശരീരത്തിൽ നിന്നുണ്ടായ രക്തം മുഴുവനും മുഖേന കാളി ജഗൃഹേ, ഭദ്രകാളി ദേവി വാ പിളർന്ന് മുഴുവൻ അങ്ങോട്ട് കുടിച്ചു. അപ്പോൾ ഭഗവതി വന്ന് ഇത്രയേറെ നിർദ്ദേശങ്ങൾ ചണ്ഡികാദേവിക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ, കാളീദേവിക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ, ചണ്ഡമുണ്ടാസുരന്മാരെ നിഗ്രഹിച്ച ആ കാളി ഭഗവതിയുടെ നിർദ്ദേശമനുസരിച്ച് പ്രവർത്തിക്കുകയും ഭദ്രകാളി ഒടുവിൽ ഭഗവതി ഒടുവിൽ തൻ്റെ ത്രിശൂലം കൊണ്ട് രക്തബീജനെ കുത്തി മുറിവേൽപ്പിക്കുകയും ചെയ്തു. ആ ശരീരത്തിൽ നിന്നും വന്ന രക്തം മുഴുവൻ ഭദ്രകാളിയമ്മ വാ പിളർന്ന് കുടിച്ചു തീർക്കുകയും ചെയ്തു. ഇനി അടുത്തത് 57-ാമത്തെ ശ്ലോകമാണ്. തതോസാവജഘാനാഥ ഗതയാ തത്ര ചണ്ഡികാം ന ചാസ്യാ വേദനാം ചക്രേ ഗതാപാദോൽപികാമപി. തതോസാവാജഘാനാഥ, തതഃ അപ്പോൾ അവൻ എന്ത് ചെയ്തു? ആ രക്തബീജൻ എന്ന് പറയുന്ന അസുരൻ ദേവിയുടെ ത്രിശൂലം കൊണ്ട് മുറിവേറ്റെങ്കിലും ജഘാന അഥ ഗതയാ തത്ര ചണ്ഡികാം, ആ ചണ്ഡികാദേവിയെ തൻ്റെ ഗതയാ ജഘാന, ഗത കൊണ്ട് ഭഗവതിയെ അടിച്ചു. ന ചാസ്യാ വേദനാം ചക്രേ, പക്ഷേ ആ അടിമൂലം അല്പം പോലും വേദന ദേവിക്ക് ഗതാപാദോൽപികാമപി, അൽപ്പികാം എന്ന് പറഞ്ഞാൽ അല്പം പോലും വേദന ദേവിക്ക് ആ ഗതയുടെ ആഘാതം കൊണ്ട്, ഗതാപാദ അൽപ്പികാം അപി വേദനാം ന ചാസ്യ, ഒരല്പം പോലും ആ ഗത വന്ന് പതിച്ചത് കൊണ്ട്, രക്തബീജന്റെ ഗതയുടെ പ്രഹരം കൊണ്ട് അല്പം പോലും വേദന ദേവിക്ക് ഭഗവതിക്ക് ഉണ്ടായില്ല. അതേസമയം ദേവിയുടെ ത്രിശൂലം കൊണ്ട് അമ്മ ആ രക്തബീജനെ കുത്തി മുറിവേൽപ്പിക്കുകയും ചെയ്തു. എന്നിട്ടോ 58-ാമത്തെ ശ്ലോകമാണ്. തസ്യാഹതസ്യ ദേഹാത്തു ബഹുസുസ്രാവശോണിതം യതസ്തതസ്തദ്വക്ത്രേണ ചാമുണ്ഡാ സംപ്രതീച്ഛതി. തസ്യാഹതസ്യ ദേഹാത്തു, ദേവി ശൂലം കൊണ്ട് മുറിവേൽപ്പിച്ച ആ രക്തബീജാസുരൻ്റെ
ദേഹാത തു ശരീരഭാഗങ്ങളിൽ നിന്നും ബഹുശുസ്രാവശോണിതം പുറപ്പെട്ട ആ ഒരു രക്തപ്രവാഹം യതസ്തത തദ്വക്ത്രേണ ആ അതാത് ഭാഗങ്ങളിൽ നിന്നും, അതായത് ഏതേതെല്ലാം ഭാഗങ്ങളിൽ നിന്ന് രക്തം പ്രവഹിച്ചു അതാത് ഭാഗങ്ങളിൽ നിന്നെല്ലാം തത് വക്ത്രേണ ആ ചാമുണ്ഡി ദേവി തൻ്റെ ആ ഭാഗങ്ങളിൽ നിന്നെല്ലാം വരുന്ന രക്തത്തെ തൻ്റെ വക്ത്രേണ തൻ്റെ നാവ് കൊണ്ട് സംപ്രതീച്ഛതി ഒട്ടും കളയാതെ തന്നെ അങ്ങോട്ട് കുടിച്ചു. എന്ന് പറഞ്ഞാൽ ഒരു തുള്ളി പോലും രക്തം താഴെ വീഴുവാൻ ചാമുണ്ഡി ദേവി അനുവദിച്ചില്ല. തൻ്റെ ആ വലിയ നാവ് കൊണ്ട് ഏതേതൊക്കെ ഭാഗത്തു നിന്ന് രക്തം ഒഴുകിയോ അത് ഭൂമിയിൽ പതിക്കാതെ അപ്പോൾ തൻ്റെ ആ വലിയ നാവിലേക്ക് എടുത്തിട്ട് അത് മുഴുവൻ കുടിച്ചു തീർത്തു. ഇനി അടുത്തത് 59-ാമത്തെ ശ്ലോകമാണ്. മുഖേ സമുദ്ഗതായേസ് യേസ്യ, അവിടെ യസ്യ എന്നുമുണ്ട്, യേ അസ്യ രണ്ടും കാണാറുണ്ട്. രക്തപാദാൻ മഹാസുര താം ചഖാദാഥ ചാമുണ്ട പപൗ തസ്യ ച ശോണിതം. മുഖേ സമുദ്ഗതായസ്യ രക്തപാദാൻ മഹാസുര, ആ രക്തബീജന്റെ രക്തം വീണിട്ട്, രക്തപാദാൻ മഹാസുര രക്തം വീണിട്ട്, മുഖേ സമുദ്ഗതായസ്യ ഭദ്രകാളിയുടെ മുഖത്തിൽ ചില അസുരന്മാരൊക്കെ ഉണ്ടായി. താംശ്ച ഖാദാഥ ചാമുണ്ട, ഭദ്രകാളി എന്ത് ചെയ്തു? അവരെയൊക്കെ അങ്ങോട്ട് ഭക്ഷിച്ചു. പപൗ തസ്യ ച ശോണിതം, അങ്ങനെ രക്തബീജന്റെ അപ്പോൾ തൻ്റെ വായിൽ ആ നാവിൽ രക്തം വീണിട്ട് അവിടെയുണ്ടായ രക്തബീജൻ എന്ന് പറയുന്ന അസുരന്മാരെയൊക്കെയും ഭക്ഷിച്ചു. അവരുടെ രക്തത്തെയും ദേവി കുടിച്ചു. ഇപ്പോൾ ഒരു തരത്തിലും ആ യുദ്ധഭൂമിയിൽ പുതിയൊരു രക്തബീജൻ ഉണ്ടാകുന്നേയില്ല. പകരം അത് മുഴുവൻ അപ്പോഴപ്പോൾ ദേവിയുടെ നാവിലുണ്ടാവുന്നതിനെ, പുതിയതായി ഉണ്ടാകുന്ന രക്തബീജനെ അപ്പോൾ തന്നെ ഭക്ഷിച്ചു. ആ രക്തത്തെയും കുടിച്ചു. പുറത്തുള്ള രക്തബീജന്മാരെയൊക്കെ ഭഗവതി തൻ്റെ ആയുധങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ ഈ മാതൃഗണങ്ങൾ തങ്ങളുടെ ആയുധങ്ങൾ കൊണ്ട് മുറിവേൽപ്പിക്കുമ്പോൾ ഏതേതൊക്കെ ഭാഗങ്ങളിൽ നിന്ന് രക്തം വന്നാലും ഒന്നും ഭൂമിയിൽ പതിക്കാതെ അതെല്ലാം തൻ്റെ ആ വലിയ നാവിൽ മുഴുവൻ അങ്ങോട്ട്, അതായത് ആ നാവിലൂടെ നമ്മളൊരു ചാല് തീർത്താൽ എങ്ങനെയിരിക്കും അതേപോലെ ദേവിയുടെ വായിലേക്ക് നേരെ ഒഴുകി വരത്തക്ക വിധത്തിൽ അത്രമാത്രം വിസ്തീർണമുള്ളതാക്കി വലുതാക്കിയിരുന്നു ചാമുണ്ഡി ദേവിയുടെ നാവ്. അതുകൊണ്ട് ഒട്ടും താഴെ വീണില്ല. പകരം ദേവിയുടെ നാവിൽ വീണ രക്തത്തിൽ നിന്നുണ്ടായ രക്തബീജന്മാരെ ഭക്ഷിക്കുകയും ചെയ്തതുകൊണ്ട് പുതിയൊരു രക്തബീജൻ ഭൂമിയിൽ ഉണ്ടാവാതെയിരുന്നു. ഇനി അടുത്തത് 60-ാമത്തെ ശ്ലോകമാണ്. ദേവി ശൂലേന വജ്രേണ ബാണൈരസിഭിർവൃഷ്ടിഭിം ജഘാന രക്തബീജം തം ചാമുണ്ടാപീതശോണിതം. ദേവി ശൂലേന വജ്രേണ, ശൂലം വജ്രം, അതേപോലെ തന്നെ ബാണൈരസിഭിർവൃഷ്ടിഭി, ബാണം, അസിഭി എന്ന് പറഞ്ഞാൽ വാള്, ഋഷ്ടിഭി ഈട്ടി എന്നീ ആയുധങ്ങളെല്ലാം പ്രയോഗിച്ചുകൊണ്ട് ജഘാന രക്തബീജം തം, ആ രക്തബീജനെ എന്ത് ചെയ്തു? കൊന്നു ദേവി. അപ്പോൾ ഭദ്രകാളി ദേവി രക്തപാനമെല്ലാം ചെയ്ത ശേഷം രക്തബീജനെ നിഗ്രഹിച്ചു. എങ്ങനെയാണ് നിഗ്രഹിച്ചത്? ശൂലം, വജ്രം, ബാണം, അതേപോലെ ഈട്ടി, വാള് തുടങ്ങിയ ആയുധങ്ങളെല്ലാം പ്രയോഗിച്ച് ദേവി ആ രക്തബീജനെ കൊന്നുകളഞ്ഞു. ഇനി അടുത്തത് 61-ാമത്തെ ശ്ലോകമാണ്. സ പപാദമഹീപൃഷ്ഠേ ശസ്ത്രസംഘസമാഹത നിരക്തശ്ച മഹീപാല രക്തബീജോ മഹാസുര. മഹീപാല, അല്ലയോ രാജാവേ, വീണ്ടും ഇവിടെ ആ സുമേധസ് എന്ന് പറയുന്ന മഹർഷി സുരഥൻ എന്ന് പറയുന്ന രാജാവിനോടായിട്ട് പറയാ, അല്ലയോ മഹീപാല, കേൾക്കൂ അങ്ങ്, അല്ലയോ രാജാവെ അങ്ങ് കേട്ടാലും എന്താ? സ പപാദമഹീ പൃഷ്ഠേ ശസ്ത്രശംഖസമാഹത. ആ ഭഗവതിയുടെ ആ യുദ്ധചരിത്രത്തെ കേട്ടാലും ഭഗവതി ആകട്ടെ സ പപാദ, ആ ഭദ്രകാളി ദേവി രക്തപാനം മുഴുവൻ ചെയ്തതുകൊണ്ട് തന്നെ മഹീപൃഷ്ഠേ ശസ്ത്രസംഘസമാഹത,
രക്തരഹിതനായി തീർന്ന ആ രക്തബീജൻ ഭഗവതിയുടെ ആ ശസ്ത്ര സമൂഹം എല്ലാം ഏറ്റിട്ട് പപാത വീണു. ഇവിടെ മഹീപൃഷ്ഠേ എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ പതിച്ചു. ദേവിയുടെ ശസ്ത്രസംഘങ്ങളുടെ പ്രഹരം കൊണ്ട് രക്തബീജോ മഹാസുര, രക്തബീജൻ എന്ന മഹാസുരൻ രക്തം മുഴുവൻ തീർന്ന് ഭൂമിയിൽ മരിച്ചു വീണു. ഇനി അടുത്തത് 62-ാമത്തെ ശ്ലോകമാണ്. ഏവമേതേ ക്ഷയം നീത രക്തബീജസമുദ്ഭവ. ഇപ്രകാരം രക്തബീജനിൽ നിന്നും രക്തബീജനിൽ നിന്ന് ഉത്ഭവിച്ചതായിട്ടുള്ള എല്ലാ അസുരന്മാരും ക്ഷയം നീത, ക്ഷയത്തെ പ്രാപിച്ചു. ഇനി 63-ാമത്തെ ശ്ലോകം. തതസ്തേ ഹർഷമതുലം ഏവാപു ത്രിദശാനൃപ തോഷം മാതൃഗണോ യാതോ നനർത്താസൃങ്മദോത്ഥത. ഇവിടെ പാഠഭേദം കാണാം. തതസ്തേ ഹർഷമതുലം അവാപു ത്രിദശാനൃപ തോഷം മാതൃഗണോ യാതോ, അല്ലെങ്കിൽ ഹതേ മാതൃഗണസ്തസ്മിൻ നനർത്താസൃങ്മദോത്ഥത. ഇങ്ങനെ പാഠഭേദം കാണാം, അർത്ഥത്തിൽ വ്യത്യാസമില്ല. അപ്പോൾ ഇവിടെ പറയുകയാണ് തതസ്തേ ഹർഷമതുലം അവാപു ത്രിദശാനൃപ. ഇപ്രകാരം രക്തബീജനും മരിച്ചു കഴിഞ്ഞപ്പോൾ ഹർഷം അതുലം അവാപു ത്രിദശാനൃപ, ദേവന്മാരൊക്കെ അതുലം ഹർഷം എന്ന് പറഞ്ഞാൽ മറ്റൊന്നിനോടും തുലനം ചെയ്യാൻ ആവാത്തതായിട്ടുള്ള സന്തോഷത്തെ, അതിയായ സന്തോഷത്തോടു കൂടി അവാബു എന്ന് പറഞ്ഞാൽ കൈക്കൊണ്ടു. ഇവിടെ ദേവന്മാർ മാത്രമല്ല, തോഷം മാതൃഗണോ, ആ സന്തോഷമാകട്ടെ മാതൃഗണങ്ങൾക്കും ഉണ്ടായി. അവരെല്ലാവരും കൂടി നനർത്ത അസൃങ്മദോത്ഥത, നൃത്തം ചെയ്തു. അല്ലയോ രാജാവേ, അല്ലയോ രാജശ്രേഷ്ഠനായിട്ടുള്ളവനെ, ദേവിയുടെ ഈ അത്ഭുത യുദ്ധചരിതം, രക്തബീജവധം അങ്ങനെ ഇവിടെ പറഞ്ഞു നിർത്തുകയാണ്. എല്ലാ മാതൃഗണങ്ങളും ദേവന്മാരും കൂടി തങ്ങളുടെ ആ വർദ്ധിച്ച സന്തോഷത്തിൽ അങ്ങനെ മതിമറന്ന, അതായത് ഇവിടെ പറഞ്ഞു മതോത്ഥത എന്നാ പറഞ്ഞത്, അതായത് രക്തമതത്താൽ ഉത്ഥത, അങ്ങനെ ലഹരിയിലായിപ്പോയ മാതൃഗണവും അവരോടൊപ്പം നൃത്തം ചെയ്തു, ദേവന്മാരോടൊപ്പം. അങ്ങനെ ദേവിയുടെ കൃപ കൊണ്ട് നമ്മൾ 8-ാമത്തെ അധ്യായവും ഒന്ന് അർത്ഥവിചാരം ചെയ്ത് അമ്മയുടെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുകയാണ്. ഇന്നത്തെ സത്സംഗം അല്പം നീണ്ടുപോയി എന്നറിയാം. ഈ അധ്യായം തീർക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് തീർത്തിട്ട് നിർത്താമെന്ന് കരുതിയിട്ടാണ്. കാരണം രക്തബീജവധമായതുകൊണ്ട് ആ വധം കഴിഞ്ഞിട്ട് നിർത്താമെന്ന് കരുതിയാണ് നമ്മൾ ഇടയ്ക്ക് വെച്ച് നിർത്താതിരുന്നത്. ഇത് ശ്രീ മാർക്കണ്ഡേയ പുരാണേ സാവർണികേ മന്വന്തരേ ദേവി മഹാത്മ്യേ രക്തബീജവധോ നാമ 8-മോऽധ്യായഃ. ഓം ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ഓം ശ്രീ ചാമുണ്ഡായൈ നമഃ. അഥ 9-മോऽധ്യായഃ. രാജോവാച വിചിത്രമിദമാഖ്യാതം ഭഗതാ മമ ദേവ്യാശ്ചരിതമാഹാത്മ്യം രക്തബീജവധാശ്രിതം. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ഓം ശ്രീ ചാമുണ്ഡായൈ നമഃ.